ഹലോ എവരിവൺ, എല്ലാവർക്കും ഒരു പ്രൊഡക്റ്റ് ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അന്നേക്ക് എൻ്റെ ദിവസം തുടങ്ങിയത് 5:32 മിക്ക ദിവസവും ആ ഒരു സമയത്ത് തന്നെയാണ് ദിവസം തുടങ്ങുന്നത്. പിന്നെ ഓഫീസിൽ പോകുന്നതും വർക്ക് ഫ്രം ഹോമും അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെ രാവിലെ എഴുന്നേറ്റു, ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു. ഞാൻ കോപ്പറിൻ്റെ ബോട്ടിലാണ് വെള്ളം കുടിക്കുന്നത്. വെള്ളം കുടിക്കുന്നതിൽ എനിക്കൊരു മടിയില്ല, എത്ര വേണമെങ്കിലും ഞാൻ വെള്ളം കുടിച്ചോളൂ. അത് കഴിഞ്ഞ് ബ്രഷൊക്കെ ചെയ്തു. എന്തായാലും നടക്കാൻ പോലെ കുറച്ച് വൃത്തിക്കൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, എപ്പം പോയാലും ഞാൻ ഇങ്ങനെ ബ്രഷൊക്കെ ചെയ്തിട്ടാണ് പോവാറ്. അങ്ങനെ ഞങ്ങളൊരു 5:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇത് ഞാൻ നടക്കാൻ പോകുന്ന സ്ഥലം ആ വഴിയാണ് കേട്ടോ. അത് കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഞങ്ങൾക്ക് അങ്ങോട്ട് ഒരു വൺ സൈഡ് 2.5 കിലോമീറ്റർ കാണും. അപ്പം ഒരു ദിവസം ഒരു ഏകദേശം 5 കിലോമീറ്റർ ഉണ്ടാവും. തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ നേരമൊക്കെ വെളുത്തു, വെട്ടമൊക്കെ വീണു. ഇത് ഞങ്ങൾ വരുന്ന വഴിയാണ്. തോടും ആറും വയലും ഒക്കെ ഉള്ളൊരു നല്ല സ്ഥലമാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നടന്നൊക്കെ വന്നതിന് ശേഷം ഞാൻ റൂമിലോട്ട് കയറി. ഞാൻ പെട്ടെന്ന് പോയതുകൊണ്ടാണോ എന്നറിയില്ല, ഞാൻ റൂമിൽ വന്നപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നത്. സാധാരണ ഞാൻ എഴുന്നേൽക്കുമ്പോഴേ ബെഡ്ഷീറ്റ് വിരിച്ചിടുന്നതാണ്. മേ ബി ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും ഞാൻ വിട്ടുപോയി അത്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടു. ഞാൻ തലേന്ന് കഴുകിയിട്ട് തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിന് ഞാൻ ഓരോ പൊസിഷനൊക്കെ വെച്ചിട്ടുണ്ട്. വീട്ടിലിടുന്നതിനും ഓഫീസിൽ ഇടുന്നതിലും പുറത്തിടുന്നതിനുമൊക്കെ ഓരോ ഡ്രസ്സസൊക്കെ സ്ഥലം എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം അടുക്കി പെറുക്കി വെച്ചു. അതിനുശേഷം കുറച്ച് കൃഷിപ്പണിയിലോട്ട് ഇറങ്ങി. ഒരുപാട് കൃഷിയൊന്നുമില്ല, എന്നാലും കുറച്ച് എന്തെങ്കിലും കൃഷിയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് ഞാൻ തലേ ദിവസം പോയി കുറച്ച് ചകിരിച്ചോറും വേറെ മിക്സഡ് വളം അങ്ങനെ എന്തോ ഒരു സാധനങ്ങളുണ്ട്. അപ്പോൾ അത് രണ്ടും കുറേശ്ശെ എടുത്ത് ഞങ്ങൾ കഞ്ഞിവെള്ളം ഉണ്ടാക്കിയല്ല, ഒരാഴ്ചത്തെ കഞ്ഞിവെള്ളം ഒരു കുടത്തിനകത്താക്കി വെക്കും. അതിനകത്തോട്ട് ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ചെടിയുടെ മൂട്ടിലൊക്കെ ഇടും. ചെടിയുടെ മൂട്ടി ഇടുമ്പോൾ അതിനെ ചുറ്റിനും ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടായിരിക്കും ഇടാറ്. അങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ ഇട്ട് കൊടുക്കും. പച്ചക്കറിയൊക്കെ വേറെ സ്ഥലത്താണ്, അല്ലാണ്ട് ചെടിയൊക്കെ വേറെ സ്ഥലത്താണ്. ഒരു 1.5-2 മണിക്കൂർ അങ്ങനെ തന്നെ പോകും. ഞാൻ 7 മണിക്ക് എത്തി. ഒരു 9 മണി വരെയും ഇതിൻ്റെയൊക്കെ പുറകെ ഇങ്ങനെ പോകുമായിരുന്നു. എല്ലാത്തിനും ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് വേറൊരു സ്ഥലമാണ്, അതിനടുത്ത് തന്നെ സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറച്ച് ചെടികളൊക്കെയാണ് അവിടെ, പച്ചക്കറികളൊന്നുമില്ല, ചെടികളൊക്കെയാണ് അവിടെ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും മൂട്ടിൽ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഈ വളത്തിൻ്റെ ഈ സാധനം ഒഴിച്ചു കൊടുക്കും. ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പിന്നെ കുറച്ചുകൂടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ചൂടായിട്ട് ഇതൊക്കെ വാടിപ്പോവും. അത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മളെ പച്ചക്കറിയുടെ സ്ഥലമാണ്. ഒരുപാടൊന്നുമില്ല, കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെയും ഇത് പറമ്പാണ്. അപ്പം പറമ്പിൽ പോയിട്ട് ഇങ്ങനെയുള്ള പച്ചക്കറിയുടെയൊക്കെ മൂട്ടിലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കാലൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ചു. എനിക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചു. ദോശയും നമ്മളുടെ വീട്ടിൽ തന്നെ പിടിച്ച കോളിഫ്ലവർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ കഴിച്ചു. അതെല്ലാം കഴിച്ചിട്ട് ഞാൻ റൂമിലോട്ട് വന്നു. എനിക്കിന്ന് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് വർക്കിന് കയറണം. അതിന് മുന്നേ റൂമിൽ എന്തെങ്കിലുമൊക്കെ അലങ്കോലമായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കും. ഡ്രസ്സ് എന്തെങ്കിലും കഴുകിയത് കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ ഒന്ന് മടക്കി വെക്കും. അങ്ങനെ ഞാൻ കുളിച്ചിട്ടുണ്ട്. അവളെ ഡ്രസ്സൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എടുത്ത് വെച്ചിട്ട് ഞാൻ കുളിക്കാനൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ തുണി കഴുകിക്കൊണ്ടാണ് വന്നത്. അപ്പം തുണി വിരിച്ചിടണം. ഞാൻ ഈ ടവലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ടവലാകുമ്പോൾ പെട്ടെന്ന് മുടി ഉണങ്ങും. ഒരു 10-20 മിനിറ്റിനുള്ളിൽ മുടി ഉണങ്ങും. ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഇതാണ് എൻ്റെ വർക്ക് പ്ലേസ്. വർക്ക് ഫ്രം ഹോം
ആയിട്ടുള്ള ദിവസങ്ങൾ ഇവിടെ ഇരുന്നാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ ലാപ്ടോപ്പ് കാണും, കമ്പനി ലാപ്ടോപ്പ് കാണും, ഒരു കുഞ്ഞൊരു ടൈം പീസ് കാണും, ഒരു മൗസ് കാണും, ഒരു മോയ്സ്ചറൈസർ കാണും, പിന്നെ ഒരു നമ്മുടെ സ്പെക്ക് വെക്കുന്ന ഒരു സാധനം കാണും, പിന്നെ വെള്ളം ബോട്ടിൽ കാണും. അങ്ങനെ കുറച്ച് നേരം അതിനകത്ത് പണിയാനുണ്ടായിരുന്നു. ഈ വിൻ്റർ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എപ്പോഴും എൻ്റെ കാലങ്ങ് ഡ്രൈ ആവാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് അലോവേറ എപ്പോഴും എടുത്ത് വെച്ചിരിക്കും. അപ്പം എപ്പോഴാണോ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ ഇടാമല്ലോ. അങ്ങനെ അതെപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. അങ്ങനെ വർക്ക് പോകുന്നവരെ അത് പോവും. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വിശക്കുമ്പം കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. ഉച്ചയ്ക്ക് വേറൊരു ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് അങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പണി ചെയ്തു. അത് എൻ്റെ ഇടയ്ക്കൂടെ എനിക്കൊരു കൊറിയർ വന്നായിരുന്നു. ഇതാണ് ആ കൊറിയർ. ആ കൊറിയറിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിശന്നു. ഒരു 5 മണിയൊക്കെ ആയി എനിക്ക് വിശന്നപ്പോൾ. നല്ല ലേറ്റായിട്ടാണ് വിശന്നത്. അപ്പം ചോറും കൂട്ടാനും ഒക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു 5-5:15 ആയപ്പോഴാണ് ഞാൻ കഴിക്കുന്നത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമയം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടെ ചായ ഇടാമെന്ന്. അങ്ങനെ ചായ ഇടുന്നതാണിത്. ഞാൻ ചായ ഇടുമ്പോൾ ഏലക്ക ഇടും, പക്ഷെ കുറേ പേര് ഇഞ്ചിയൊക്കെ ഇടുമെന്ന് പറയുന്നേക്കാം. പക്ഷേ എനിക്ക് ഇഞ്ചി ഇടുമ്പോഴത്തേക്ക് എന്തോ മസാല ചായയുടെ ടേസ്റ്റൊക്കെ തോന്നും. എനിക്ക് മസാല ചായ അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ഏലക്ക മാത്രമാണ് ഇടുന്നത്. ബട്ട് എന്നും ഏലക്ക ഇട്ട് ചായ കുടിച്ചുകൂടാന്നും പറയും. എനിക്കറിയില്ല, എന്തോ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനങ്ങനെ അങ്ങ് ചെയ്യാറാണ് പതിവ്. ഇങ്ങനെ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 6 മണിയായി. ചായയൊക്കെ കുടിച്ച് എല്ലാവരും ചായയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങോട്ട് ഇരുന്നതിന് ശേഷം എനിക്ക് ഒരു 2-3 ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. ഇതെൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റാണ് അത്. അപ്പം അതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കുക. പിന്നെ ഈ ബാമ്പു ഞാൻ 2 ടൈപ്പ് മണി പ്ലാന്റ് എടുത്തിട്ട് ബാമ്പുവിൻ്റെ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിക്കുക. അങ്ങനെയുള്ള കുറച്ച് പരിപാടീസൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ടൗണിൽ പോകണമായിരുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ. അപ്പം അതൊക്കെ മേടിക്കാനായിട്ട് ഞാൻ ടൗണിൽ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്ക് 7 മണിയായി. ഇപ്പം വൈകുന്നേരത്ത് കുളി കഴിഞ്ഞിട്ടില്ല, കുളിയല്ല ദേഹം കഴുകൽ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അതൊക്കെ ചെയ്തു. ദേഹമൊക്കെ കഴുകി വന്നതിന് ശേഷം എനിക്ക് വീണ്ടും കുറച്ച് പണികളുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ പണിയും കൂടെ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ പിന്നെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും എന്തെങ്കിലുമൊക്കെ വെറുതെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അതിനെക്കാട്ടിൽ നല്ലത് പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് അവിടെ ഇവിടെ എന്തൊക്കെയോ പണിയുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രിയിൽ ഞാൻ എക്സസൈസ് ചെയ്യും. രാവിലെ ഇങ്ങനെ നടക്കാനും പോവും, വൈകുന്നേരം എന്തെങ്കിലും എയറോബിക് എക്സസൈസ് എന്തെങ്കിലും ചെയ്യും. ഒരു 30 മിനിറ്റ്സ് ആയിരിക്കും എക്സസൈസ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു 1 മിനിറ്റ് ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ കുറച്ച് നേരം എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നന്നായി ക്ഷീണിക്കും. നല്ല വിയർത്തിട്ട് ആകെ ടയേർഡാവും ഞാൻ നന്നായി ടയേർഡായി. അപ്പം പിന്നെ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് കിടന്നുറങ്ങാൻ ഭയങ്കര സുഖമാണ്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാനിനി കിടക്കാൻ പോവാണ് ഗായ്സ്. ബൈ ബൈ. എനിക്കൊരു കുഞ്ഞ് ലാമ്പുണ്ട്, ആ ലാമ്പ് കത്തിച്ച് വെച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. അങ്ങനെ ഞാൻ പോവാണ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.